കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പറയണം. അങ്ങനെ പറയണം. കോടതിയാണ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. ഓക്കെ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ പറയാവൂ. അങ്ങനെ പറയണം. സുധാകരൻ 150, രാധാകൃഷ്ണൻ 400 രൂപ പറ്റുബുക്ക. കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിക്കുകയുള്ളൂ നിങ്ങൾ പറയണം. ഇതിൽ തൊട്ട് പറയണം. ഓക്കെ. കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ പറയൂ. ഓക്കെ. പിന്നെ മറ്റേ കാര്യം പറയല്ലേ ഏട്ടാ, പറ്റുബുക്കിന്റെ. എന്താ പേര്? ജലധരൻ. നിങ്ങൾ മുഴുവൻ മദ്യപാനിയാണെന്നാണല്ലോ നിങ്ങളുടെ ഭാര്യ പറയുന്നത്. ആര് പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യ പറയുന്നത്? അതെ. ചുമ്മാ പറയണ സാറേ. അതെ 24 മണിക്കൂർ കൂടി പേര് തന്നെയല്ലേ ജലധരൻ. നിങ്ങൾ മുഴുവൻ മദ്യപാനിയാണെന്നാണ് പുള്ളി പറയുന്നത്. എന്താ പറ്റി പറയാം സാറേ? ഇവിടെ നാട്ടുകാരൊക്കെ ചുമ്മാ പറയണാണ്. ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അഥവാ കഴിക്കുകയാണെങ്കിൽ സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കാറുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പുള്ളി കഴിക്കുന്നെങ്കിലും സൺഡേ ടു സൺഡേ മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ കഴിക്കാറില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ സാറേ. സാറ് ശ്രദ്ധിച്ച് കേൾക്കണം. കല്യാണം കഴിക്കും മുമ്പ് ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത്. അയ്യോ, പ്രേമിച്ചാണോ നിങ്ങൾ കല്യാണം കഴിച്ചത്? പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. നോട്ട് ദ പോയിന്റ്. പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അല്ല, എനിക്ക് വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴും ഇല്ലല്ലോ. അല്ല, ഈ പ്രേമിക്കുന്ന സമയത്ത് ഇയാളെന്റെ മുഖത്ത് നോക്കി കരളെ കപ്പളിത്തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര കടുപ്പത്തിലൊരു ചായ. പ്രേമിക്കുന്ന സമയത്ത് കരളെ കപ്പളിത്തോടെ തേയിലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര എന്ന് വിളിച്ചോണ്ടിരുന്ന ആള് കല്യാണം കഴിച്ച് എനിക്ക് 3 കുട്ടികളായപ്പോ എന്റെ മുഖത്ത് നോക്കി വിളിക്കണത് എന്താണെന്ന് അറിയാമോ? പോത്തേന്ന്. എന്തോന്ന്? പോത്തെന്ന്. സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന പേരാണോ പോത്തേന്ന്?